ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ മൂന്നാം തുടർഭരണമുണ്ടാകുമെന്നും കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് നഷ്ടപ്പെട്ട വണ്ടൂരിൻ്റെ വികസനം തിരിച്ചെത്തിക്കുമെന്നും വാണിയമ്പലം മേൽപ്പാലം 1 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കുമെന്നും LDF സ്ഥാനാർത്ഥി ഡോക്ടർ കെ ദാമോദരൻ കരുവാരകുണ്ട് പഞ്ചായത്ത് LDF കൺവെൻഷനിൽ വോട്ടഭ്യർത്ഥിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PTB ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീന ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മാണി വിഭാഗം മണ്ഡലം പ്രസിഡന്റ് KE തോമസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിംസ് മാസ്റ്റർ, AK സജാദ്, E ലിനീഷ്, P കുഞ്ഞാപ്പുഹാജി, മുഹമ്മദ് റിയാസ് എന്നിവർ പ്രസംഗിച്ചു. സമസ്ത മേഖലകളെയും എല്ലാ രീതിയിലും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് സംരക്ഷിച്ചു പോകുന്ന ദുർബലമായ ജനവിഭാഗങ്ങളെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു തവണ UDF ആണെങ്കിൽ അടുത്ത തവണ LDF ആണ് വരിക. പക്ഷേ ആ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് ആദ്യമായാണ് തുടർച്ചയായിട്ട് ഒരു മുന്നണി കേരളത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്രാവശ്യവും 3-ാം പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീർച്ചയായിട്ടും അധികാരത്തിലേറും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ ജനപ്രതിനിധി തീർച്ചയായിട്ടും വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും ഇപ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടുന്ന ജനപ്രതിനിധി LDFൻ്റെ ജനപ്രതിനിധി ആയിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സഖാവ് ജെയിംസ് മാഷ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് സൂചിപ്പിച്ചു. സാധാരണക്കാരനായ ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ജനിച്ചു വളർന്ന് സാധാരണ ഒരു നഗറിൽ ജനിച്ചു വളർന്ന അദ്ദേഹം മൂർക്കനാട് പഞ്ചായത്തിലാണ്, മൂർക്കനാട് ലോക്കൽ കമ്മിറ്റിയിലാണ് താമസിക്കുന്നത്, വെങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ജനിച്ചു വളർന്ന് ഓരോ വിഷയത്തിലും നല്ല മാർക്ക് നേടി പാസ്സായി അവസാനം ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടെ പലരും പറയുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നത് സ്ഥാനാർത്ഥി, ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ. ഈ അനിൽകുമാർ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതായിട്ടില്ലേ? നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നത് തീർച്ചയായിട്ടും മൂർക്കനാട് പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ്, ഈ ഒരു മണ്ഡലത്തിൻ്റെ പുറത്തു നിന്നുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ MLA നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 25 വർഷക്കാലം ഇവിടെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന MLA വരുന്നത് എവിടെയെന്നാണ്? മലപ്പുറത്ത് നിന്നാണ് അയാൾ വരുന്നത്. മലപ്പുറത്ത് ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്ന MLA എന്ന് പറയുന്ന അനിൽകുമാറിന് ഇവിടെ ഒരു MLA ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ KK ദാമോദരന് എത്രയായാലും തീർച്ചയായിട്ടും അയാളെക്കാളും യോഗ്യതയുണ്ട് ഈ മണ്ഡലത്തിൽ നിന്നും പ്രതിനിധീകരിച്ച് വരാൻ ഒരു MLA ആവാൻ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു വളവ് കൂടി വളഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്, അത്ര അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ ചൂടിലാണുള്ളത്. ഇന്നലെ ഇന്നുമായി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കൂടി നിൽക്കുന്ന ആളുകളെ കാണുന്ന യാത്രയിലാണുള്ളത്. ചിലയിടത്തൊക്കെ തടിച്ചു കൂടുന്ന ആളുകളോട് എന്നുവെച്ചാൽ നമ്മുടെ വളരെ രാഷ്ട്രീയ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ എന്നാണ് തിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ ചിലരൊക്കെ പെട്ടെന്ന് തന്നെ പറയും, ഡേറ്റ് പറയും. എന്നാൽ വലിയൊരു ശതമാനം ആളുകൾക്കും തിരഞ്ഞെടുപ്പിൻ്റെ തീയതി അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇത് തല ചൂടാക്കി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിൽ പോലും വലിയ ഒരു ശതമാനം ആളുകൾക്കും നമ്മളെ കണ്ടാൽ ഓടിക്കൂടുന്ന അവരിൽ പോലും പലർക്കും തിരഞ്ഞെടുപ്പ് തീയതി അറിയില്ല. അത് സൂചിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. താഴെ തട്ടിലേക്ക് അത് നമുക്കുള്ള അതേ ഗൗരവം താഴെ തട്ടിലുള്ള അവസാന വോട്ടറിലേക്ക് എത്തിക്കേണ്ട പ്രവൃത്തികൾ നമ്മൾ അടിയന്തരമായി ഏറ്റെടുക്കുകയും ശക്തിപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ പൊരിവെയിലത്ത് ഇതുപോലെ തന്നെ റംസാൻ വ്രതം, അതുപോലെ അതിനുശേഷം പെരുന്നാൾ, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതിനെ വിമർശിക്കുകയോ അതിൻ്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കുകയല്ല, ഞാനൊരു വസ്തുത ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ
ഒരു 50 വയസ്സിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ കാണുന്ന അതേ ഗൗരവത്തിലല്ല അതിന് താഴെയുള്ള ആളുകൾ ഇപ്പോൾ കാണുന്നത്. പലരും ഇതൊരു വലിയ ആളുകളുടെ ഒരു അമേച്വർ ഗെയിമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം അത് നമുക്ക് തുടരേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല. അതങ്ങനെ പറയുന്നതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം ക്ഷേമമല്ല, മറിച്ച് രാജ്യത്തെ പണിയെടുത്ത് ജീവിക്കുന്ന ഏകദേശം നമ്മുടെ ജനസംഖ്യയുടെ ഒരു 60% വരുന്ന സാധാരണക്കാരായുള്ള മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കാനുള്ള അന്തരീക്ഷം നിലനിർത്താനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ കേരളത്തിൽ നടക്കുന്ന ഭരണത്തെയാണ് ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണമില്ലാതായി കഴിഞ്ഞാൽ രാജ്യത്തെ തൊഴിലാളികളെ ഒരു തടസ്സവും ഒരു താരതമ്യവും ഇല്ലാതെ ചൂഷണം ചെയ്യാൻ ഇവിടുത്തെ മുതലാളികൾക്ക് കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കേരളത്തിൽ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. എത്ര വിഷമകരമാണ്! പള്ളിശ്ശേരിയിൽ നിന്ന് പെണ്ണാലോചിച്ചാൽ തിരുവാലിക്കാർ പെണ്ണ് കൊടുക്കില്ല. ഗർഭിണിയായ ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ ആ നടു റോഡിൽ കിടക്കുന്ന സാഹചര്യം 25 വർഷമായി. MLA അറിയോ? MLA ഞായറാഴ്ച ഒരു ദിവസം വരും മലപ്പുറത്ത് നിന്ന്, എന്നിട്ടൊന്ന് ഇറങ്ങിപ്പോവും. അവർക്കതിന്റെ ബുദ്ധിമുട്ടറിയില്ല. ബഹുമാനായ സ്ഥാനാർത്ഥി ഇന്നലെ വണ്ടൂരിൽ എന്റെ കണക്ക് അവതരിപ്പിച്ചു. MLA ആയതിനു ശേഷം 25 കൊല്ലക്കാലം ആ റെയിൽവേ ഗേറ്റിൽ ഒരു ദിവസം 16 പ്രാവശ്യം അടക്കുമ്പോ ഒരു സമയം 10 മിനിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തെ മനുഷ്യന്റെ ഒരു ദിവസത്തെ 2 മണിക്കൂർ, ഒരു മാസത്തെ 60 മണിക്കൂർ, ഒരു കൊല്ലം 25 കൊല്ലം വെച്ച് വർഷങ്ങൾ മാസങ്ങള് ആ നടു റോട്ടിൽ പൊരുവയിലും കൊണ്ട് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാ? കേന്ദ്ര റെയിൽവേ പൂർണ്ണമായ പണം കൊടുത്ത് 2021 20,90,00,000 രൂപ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഒരു MLAക്ക് അതിലൊന്ന് ഇടപെട്ട് ആ ഓവർ പിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിയില്ല. എന്നിട്ട് പറയാ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ആരൊക്കെ വളഞ്ഞ്? ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ. നമ്മൾ വളയണ്ടേ? MLAയുടെ വീട്ടിൽ നിന്ന് 1 രൂപ കൊണ്ടുവരാൻ നമ്മളാരും പറഞ്ഞിട്ടില്ല. ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ 136 മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് കോളേജുകളുണ്ട്. 4 മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത ഒരു മണ്ഡലത്തിന്റെ പേരാണ് ശ്രീ AP അനിൽകുമാർ MLAയുടെ വണ്ടൂര്. ആദ്യം വരേണ്ടത് എവിടെയായിരുന്നു? പിന്നോക്കം നിൽക്കുന്ന 140 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങൾ മാത്രമാണ് റിസർവേഷൻ. ആ 16 മണ്ഡലങ്ങളിൽ ഒന്ന് വണ്ടൂരാണ്. അപ്പൊ 140-ൽ ബാക്കി വരുന്ന 126 മണ്ഡലങ്ങളിൽ വരുന്നതിനേക്കാൾ വികസനം വരേണ്ട വണ്ടൂരിൽ ആ 126 മണ്ഡലങ്ങളിൽ വന്ന വികസനം വന്നിട്ടില്ല എന്ന് പറയുമ്പോ എന്തിനാണ് പിന്നെ ഒരു സംവരണ മണ്ഡലം? ഒരു ഗവൺമെന്റ് കോളേജിന് അവസരമുണ്ടായിരുന്നു. ബഹുമാനായ MLA മന്ത്രിയായിരിക്കുന്ന സമയത്ത് വണ്ടൂരങ്ങാടിയിൽ ഏക്കറയ്ക്ക് കോടിക്കണക്കിന് രൂപ വരുന്ന 2 ഏക്കർ ഭൂമി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ചുളുവായിട്ട് എടുത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ശമ്പളവും വാങ്ങിയ ഒരു കോളേജ് ആരംഭിച്ചു. ആ കോളേജിൽ 18 ലെക്ചർമാരുണ്ട്. കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഏതെങ്കിലും SC വിഭാഗത്തിലെ ഒരു അധ്യാപകൻ ആ കോളേജ് വന്നതുകൊണ്ട് ഒരു തൊഴിൽ കിട്ടിയാലുണ്ടോ? അവിടെ 10-12ഓളം വരുന്ന അധ്യാപകരല്ലാത്ത നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. ഈ കരുവാരകുണ്ട് പഞ്ചായത്തിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ദളിത് കോൺഗ്രസുകാരന് 1 രൂപ കൊടുക്കാണ്ട് ഞങ്ങളുടെ MLAക്ക് അവരുടെ കുടുംബത്തിന്റെ ട്രസ്റ്റിന്റെ പേരില്, അംബേദ്കറുടെ പേരില് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന പൊതുമുതലിൽ ഉണ്ടാക്കിയ ആ കോളേജിനകത്ത് തൂപ്പുകാരന്റെ ജോലി കിട്ടിയിട്ടുണ്ടോ? ഈ കരുവാരകുണ്ട് പഞ്ചായത്തിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തില് ഏതെങ്കിലും ഒരു കുട്ടിക്ക് SC ആയതിന്റെ പേരിലോ കോൺഗ്രസ് ആയതിന്റെ പേരിലോ സൗജന്യമായി അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ? BComന് വാങ്ങുന്നത് 35,000 ഉറുപ്പികയാണ്. ഒരു ലെക്ചർ പോസ്റ്റിന് വാങ്ങുന്നത്
75 ലക്ഷം രൂപയാണ് ഈ കരുവാരക്കുണ്ടിലെ ദളിത് കോൺഗ്രസിൽപ്പെട്ട എത്ര ആളുകൾക്ക് PGയും നെറ്റും ഉണ്ടെങ്കിൽ 75 ലക്ഷം രൂപ കൊടുത്ത് അംബേദ്കർ കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ കഴിയും? ആർക്ക് വേണ്ടി ആ കോളേജ്? സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരു കോളേജ് ഉണ്ടാക്കി. അതുകൊണ്ട് MLA ജയിച്ചാൽ ആ കോളേജ് പൂട്ടുമെന്നുള്ളത് കൊണ്ട് ഈ ജന്മം ഈ വണ്ടൂരിന് ഗവൺമെന്റ് കോളേജ് ഉണ്ടാവില്ല. ഒരു ഗവൺമെന്റ് കോളേജ് വരണമെങ്കിൽ FP അനിൽകുമാർ ഇതരനായിട്ടുള്ള ഒരു MLA ഈ വണ്ടൂരിൽ നിന്ന് വന്നാൽ മാത്രമേ വണ്ടൂരിന് ഗവൺമെന്റ് കോളേജ് ഉള്ളൂ.